ഓ എൻ്റെ പൊന്നോ, എന്നാ ഭംഗിയാണ് ഈ കിടക്കണം നോക്കിയേ. ഇത് മുഴുവനും ഉണ്ടല്ല തക്കാളിയാണ്. നമ്മളൊക്കെ ഒരു തക്കാളി ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവിടെ മുഴുവനും തക്കാളി ആപ്പിൾ പോലും ഉണ്ടാക്കി കിടക്കുന്ന സ്ഥലം. അതും ദേ ഇത് കണ്ട ചെറിയൊരു കിഴിയിലാണ് ഈ സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാണ് പിന്നെ കുട്ടനാട് പോലെ ഒരു സ്ഥലത്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തോന്നും അല്ലേ? തക്കാളി തോട്ടം അല്ലെങ്കിൽ നമ്മൾ ഈ മുന്തിരിയൊക്കെ നിൽക്കുന്ന പോലെ. അതെ, മുന്തിരിക്കൊല പോലെയാണ് തക്കാളി. മുന്തിരിക്കൊല എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കഴിക്കാം ലൈവായിട്ട്. അല്ല, ഞാൻ പറയായിരുന്നു അത്ര ഇതിലല്ലേ നിൽക്കുന്നു. ഇവിടെ മാത്രം എടുത്താൽ മതി. ഒരുപാട് പല ടൈപ്പ് ഉണ്ടോ? ഒറ്റ ടൈപ്പാണ് ഇത്. നമ്മൾ പിന്നെ കിഴിക്കാത്ത ഇത് മുഴുവൻ. പക്ഷെ കിഴി എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത നമുക്ക് ഇതെല്ലാം നോക്കി ഒരു കളപ്പോലും പിടിക്കത്തില്ല. ആ രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത് കൂടുതൽ. പക്ഷെ ഇത് എന്നാന്ന് പറയാ, സാധാരണ രീതിയിൽ നമുക്കറിയാവുന്ന പ്രശ്നങ്ങളാണ് വാട്ടർ രോഗം, അവിച്ചില്, ചെവിടിജിയിൽ. തക്കാളിക്ക് ഏറ്റവും കൂടുതൽ ഫംഗസ് രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ എവിടെങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഇല്ല ഫംഗസ് കാണുന്നില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് അല്ല. നമുക്ക് വേറെ കാര്യമുണ്ട്. നമുക്ക് തക്കാളി മാത്രമല്ല, നമുക്ക് മുളക് നടാം. ഇത് കണ്ടോ, ഒരു ശീതകാല വിള കാബേജ് മുറം കണക്കായിരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്കൊക്കെ ഒരുപാട് മണ്ണ് അന്വേഷിക്കുന്നു, വാരി കൂട്ടിയിട്ട് കൃഷി ചെയ്യുന്നു, പിടിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഫുള്ളായിട്ട് തന്നെ ചിലപ്പോ എന്നാ പറയാ, ഈ നിങ്ങളുടെ പ്രത്യേകത കിഴിയാണ്. കിഴിയ കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആയുർവേദ കിഴി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കിഴി അറിയില്ല. ഇത് നമ്മളെ ഈ തമിഴ്നാട്ടിലും മറ്റുള്ളിടത്തും ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ആ ഒരു കൂടുതൽ വിളവൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഒരു പിന്നെ 3 എന്താ പറയാ കൊലയിൽ നിന്നാണ് ഇത്രയും സംഭവം. നമ്മൾ ഈ വിളവെല്ലാം കണ്ടില്ലായിരുന്നു മുഴുവനും ആർച്ചി കണക്ക്. പക്ഷെ ഈ ഒരു വിളവ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത് നമുക്ക് താഴെ ഇരുന്ന് പറിക്കാം. ഇത് നമ്മൾ നേരെ നോക്കിയ ചൂട് മോളിൽ താഴോട്ടാണ്. മോളിൽ നിന്ന് താഴോട്ട്. കാരണം ഇപ്പൊ നമുക്ക് താഴെ ഇത് കണ്ടോ, നിസാരമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവര് ഇതൊരു 3 ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചെടി തൂക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്ന സാധനം. നമുക്ക് എവർഗ്രീൻ തട്ടിൽ വൈനൊക്കെയാണ് കൂടുതലും ഇങ്ങനെ പരങ്കൊല അടക്കണം. അതിന് വരെ ഇടയ്ക്ക് 2-3 വെക്കുകയാണെങ്കിൽ താഴെ തന്നെ കൊച്ചു കുട്ടികൾക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. കൊള്ളാമല്ലോ. അപ്പൊ പല പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണിത്. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടല്ലേ? ഏതെങ്കിലും ഒരെണ്ണം പറിച്ചു ഒന്ന് പറിച്ചു ആ ടേസ്റ്റ് ഒന്ന് പറയണേ, കറക്റ്റായിട്ട് പറയണം. ഇതാണ് ഒറിജിനൽ തക്കാളി. ആണ്. ഈ കിഴി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പഠിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ടെറസിലൊക്കെ ഒരു തരി പോലും വെള്ളം വീഴാതെ നമുക്ക് ഇതേപോലെ കൃഷി ചെയ്ത് നമുക്ക് വേണ്ട ഈ പറയുന്ന പച്ചക്കറികളോ പഴങ്ങളോ കൃഷി ഇതുപോലെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക. വിളിച്ച് സംശയം തീർക്കാനാണെങ്കിൽ താഴെ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു കാണാം അതിമനോഹരമായ കാഴ്ചകൾ. ബൈ.